എന്റെ ബാഗിൽ നിന്ന് പണം മോഷ്ടിച്ചത് അത്തിപ്പള്ളം കോളനിയിലെ 2 ആൾക്കാരാ. അവരെ ആ ജോലി ഏൽപ്പിച്ചത് വടക്കേക്കരയിലുള്ള റൗഡി ചെല്ലപ്പന. പണ്ടൊരിക്കൽ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ച അതേ ചെല്ലപ്പൻ. ചെല്ലപ്പനെ ആ ജോലി ഏൽപ്പിച്ചത് ഒരു സ്ത്രീയാ. ഏത് സ്ത്രീ? എന്റെ ബാഗിൽ നിന്നും മോഷ്ടിച്ച ആ 4 ലക്ഷം രൂപ കൈമാറിയതും അതേ സ്ത്രീക്കാ. കറുത്ത ക്രേറ്റ കാർ ഓടിച്ചിരുന്ന ഒരു സ്ത്രീ. അവരത് പിന്നിലിരുന്ന വ്യക്തിക്ക് കൈമാറി. കറുത്ത ക്രേറ്റ കാർ ദാ ആ മുറ്റത്ത് കിടപ്പുണ്ട്. അത് ഓടിച്ചിരുന്ന സ്ത്രീ ദാ എന്റെ മുന്നിലും. ആര്? നീ തന്നെ. ഇത്രയും വിവരങ്ങള് ഞാൻ പോലീസിനോട് പറഞ്ഞ അടുത്ത നിമിഷം നിങ്ങൾ 2 ആളും അഴിക്കുള്ളിലാകും. ഇതൊക്കെ ആര് പറഞ്ഞു? വെറുതെ നുണ പറയില്ല കേട്ടോ. ശരി, എങ്കിൽ ഞാൻ സ്റ്റേഷനിൽ പോയി പറഞ്ഞോളാം. സത്യമാണോന്ന് അവര് കണ്ടുപിടിച്ചോളും. നിക്ക്. നിനക്ക് എന്താ വേണ്ടതിപ്പോ? എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട 4 ലക്ഷം രൂപ അതെനിക്ക് കിട്ടണം. വൈകിട്ട് സ്കൂളിലെ ലാസ്റ്റ് ബെല്ല് അടിക്കുന്നതിന് മുൻപ് എന്റെ 4 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിരിക്കണം. അത് നീയല്ല, നിന്റെ കൊച്ചമ്മ തന്നെ എനിക്ക് തരികയും വേണം. ലാസ്റ്റ് ബെല്ല് അടിച്ചു കഴിഞ്ഞ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാകും പോവുക. ഈ കഥകളെല്ലാം അവിടെ പറയുകയും ചെയ്യും. അതൊന്നും വേണ്ടെങ്കിൽ ബെല്ലടിക്കുന്നതിന് മുമ്പ് പണം എന്റെ കയ്യിലെത്തിയിരിക്കണം. ഇതിനകത്ത് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് 3 പേർക്കും മാത്രമേ അറിയൂ. അതങ്ങനെ തന്നെ ഇരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഇവിടുത്തെ കാറ്റിന്റെയും മറ്റും രസം പിടിച്ചിരുന്ന് പിന്നെ അങ്ങോട്ട് പോകാനും തോന്നില്ല. അതോടെ വീണ്ടും നിന്റെ പഠനം അവസാനിക്കും. ഇപ്പൊ അത്യാവശ്യം അച്ഛന്റെ കാര്യങ്ങൾ നോക്കാന്നുള്ളതല്ലേ. പഠിത്തൊക്കെ അത് കഴിഞ്ഞാലും നടക്കുമല്ലോ. അങ്ങനെ നടക്കുമായിരുന്നെങ്കിൽ എത്ര പണ്ടേ നീ പഠിച്ചേനെ. എന്ത് കാരണം കൊണ്ടായാലും ഇത്തവണ നിന്റെ പഠനം മുടങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനത്തിലെത്തി. എനിക്ക് പനി വന്നിവിടെ തങ്ങേണ്ടി വന്നതുകൊണ്ടാണല്ലോ നീ ഇവിടെ നിൽക്കേണ്ടി വന്നത്. തിരിച്ചു പോകാത്തതും ആ കാരണം പറഞ്ഞാണല്ലോ. അതുകൊണ്ട് ഞാനും നിന്റെ ഒപ്പം നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. നാട്ടിലേക്കോ? അച്ഛൻ എങ്ങനെ യാത്ര ചെയ്യാനൊന്നും ആയിട്ടില്ല. ഒരാഴ്ച കൂടി കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ രാവിലെ തന്നെ നമ്മൾ പുറപ്പെടുന്നു. അയ്യോ, നാളെയോ? നാളെ ഒന്നും പറ്റില്ല അച്ഛാ. അല്ല, നിനക്ക് വരാൻ താല്പര്യമില്ല, നീ വരണ്ട. ഇവിടെ താമസിച്ചോ, കൂട്ടിന് മുരുകനും ഉണ്ടല്ലോ. മോനെ, അതൊക്കെ മൂഢവിശ്വാസങ്ങളാ. ഒന്നുകിൽ അയാൾക്ക് വേണ്ടത്ര അറിവില്ല, അല്ലെങ്കിൽ അയാൾ അറിഞ്ഞുകൊണ്ട് നിന്നെ പറ്റിക്കുക. ആശാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല അമ്മേ. ആഞ്ജനേയ സ്വാമിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ബ്രഹ്മചര്യവ്രതം കർശനമായിട്ട് പാലിച്ച് ജീവിക്കുന്ന ആശാൻ നുണ പറയില്ല. നിന്നെ ഞാൻ ഇനി എങ്ങനെയാ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്? അയാളൊക്കെ പറയുന്ന അബദ്ധങ്ങൾ കേട്ട് സ്വന്തം ജീവിതം അവതാളത്തിലാക്കല്ലേ കണ്ണ. ഈ പ്രായത്തിൽ പഠിക്കാൻ നിനക്ക് കിട്ടുന്ന നല്ലൊരു അവസരമായത്. അത് പാഴാക്കിയ നീ ജീവിതകാലം മുഴുവനും ദുഃഖിക്കേണ്ടി വരും. ആയ്മേ, ഒന്ന് പതുക്കെ പറ, അച്ഛൻ കേൾക്കണ്ട. ഇവൻ ഇങ്ങനൊരു സാധുവായി പോയല്ലോ. എന്താ അമ്മേ, ഇവൻ വീണ്ടും പഠനം നിർത്തിയോ?
പഠനം നിർത്തിയിട്ടൊന്നുമില്ല അങ്ങുന്നേ. പിന്നെ ഇന്നെന്താ പോകുന്നില്ലേ? ഈ നേരത്തെ കണ്ടല്ലേ നിന്റെ ട്യൂഷൻ? ആ കാര്യ പറഞ്ഞോണ്ടിരുന്നത്. ഇന്ന് നേരെ എത്ര ആയില്ലേ, അതുകൊണ്ട് നാളെ മുതൽ പോകാമെന്ന് പറയായിരുന്നു. താമസിച്ചെന്നാ അത് ടീച്ചർക്ക് ഇഷ്ടാവില്ല, അതുകൊണ്ടാ. അല്ലേലും ടീച്ചർമാർ അങ്ങനെ ആയിരിക്കണം. എങ്കിലേ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് പേടിയും ബഹുമാനവും ഉണ്ടാവും. നാളെ മുതൽ ഞാൻ പോയിക്കോളാം അച്ഛാ. ശരി, ഇത്രയും ദിവസം പോയില്ലേ, ഇനി ഇന്നോടങ്ങ് പോട്ടെ. നാളെ മുതൽ മുടങ്ങാതെ പൊയ്ക്കോണം. ശരി. ഞാൻ ആ ടീച്ചറെ വിളിച്ച് ചോദിക്കും. അതൊക്കെ വേണോ അച്ഛാ? അതെന്താടാ, കുട്ടികളുടെ പഠനകാര്യം മാതാപിതാക്കൾ അന്വേഷിക്കുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ലല്ലോ. അത് കണ്ണൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല അങ്ങുന്നേ. ഇത്രയും വലുതായ സ്ഥിതിക്ക് ഇനി അങ്ങനെയൊക്കെ അന്വേഷിക്കുന്നത് വേണോന്നാ. അതൊക്കെ നിനക്ക് നാണക്കേട് തോന്നാത്ത വിധത്തിൽ ഞാൻ അന്വേഷിച്ചോളാം. ആ, നീ ഇപ്പൊ എങ്ങോട്ടാ? ഞാൻ തോട്ടത്തിലൊന്ന് പോയി നോക്കാന്ന് കരുതി ഇറങ്ങിയതാ. ശരി, എങ്കിൽ പോയിട്ട് വാ. ശരി. ആയമ്മ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഒരു കാര്യം കൂടെ ചെയ്യണം. എന്താ അങ്ങുന്നേ? എല്ലാവരും പറഞ്ഞിട്ടും അവൻ അനുസരിക്കാതിരുന്നതാ ആയമ്മ സാധിച്ചത്. ദേവം വീണ്ടും പഠിക്കാൻ ആരംഭിച്ചതേ. അതുപോലെ ഇനി അവനെ കൊണ്ട് കല്യാണത്തിനും കൂടെ ഒന്ന് സമ്മതിപ്പിച്ചെടുക്കണം. ആയമ്മ വിചാരിച്ചാൽ അതും നടക്കും. അത് തന്നെ അങ്ങുന്നേ എന്റെയും ഉദ്ദേശം. ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുക, വെറുതെ എന്നെ ശല്യപ്പെടുത്തരുത്. എന്താണ് നിനക്കൊരു ഗൗരവമൊക്കെ? ഞാൻ ഇപ്പൊ അല്പ ഗൗരവക്കാരനാ. അതെന്ന് മുതൽ? അതാണ് എന്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ. എന്റെ കല്യാണോ? ദേ, ഒട്ടം കളിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. നീ എന്തുവാടീ പറയുന്നത്? മധുവിധമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 5-8 ദിവസം കൊണ്ട് ചോരയും നീരൊക്കെ പറ്റിയല്ല. ആകെ ഒരു ക്ഷീണം. ഇവൻ എന്തൊക്കെയാ പറയുന്നത്? കല്യാണക്കാരി എന്നോട് പറയാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. എന്റെ കല്യാണം വരുമ്പോ ഞാൻ അണ്ണനോട് പറയായിരുന്ന പോലെ. ഇവന്റെ പേര് ലൂസായി എന്നാ തോന്നുന്നു. വെയിലുകൊണ്ടിട്ടായിരിക്കും. പക്ഷേ അല്ലി ടീച്ചറിനോട് ഇങ്ങനെ ചെയ്യാൻ അണ്ണൻ എങ്ങനെ തോന്നി? കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ആ ടീച്ചറിന്റെ വിഷമവും സങ്കടമൊക്കെ ഞാൻ കണ്ടതാ. ഓ, അത് ശരി. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞു എന്നാ ഇവരൊക്കെ കരുതിയിരിക്കുന്നല്ലേ? എങ്ങനെ അങ്ങനെ ഒരു കഥയുണ്ടായി? തൽക്കാലം തിരുത്താൻ പോകണ്ട. അങ്ങനെയെങ്കിലും ടീച്ചർ എന്നെ നകലുമല്ലോ. ടീച്ചറിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. എന്റെ കല്യാണം കഴിഞ്ഞതിന് ആ ടീച്ചർ എന്തിനാണ് വിഷമിക്കുന്നത്? അല്ല, സദ്യ ഉണ്ണാൻ പറ്റില്ലെന്ന് കരുതിയിട്ടാണോ? അണ്ണാ, മനുഷ്യത്വം വേണോ? മനുഷ്യത്വം. ഓ, അതില്ലാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ, ഒരു കണക്കിന് തെറ്റ് എന്റെ ഭാഗത്തുണ്ട്. നിങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ഞാനും കുറെ ചരട് വലിച്ചതാ. ഓ, അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ തോന്നുന്നു. പക്ഷെ അണ്ണ ഒന്നോർത്തോ, അല്ലി ടീച്ചറിനോട് ചെയ്ത ഈ ചതി ദൈവം പോലും പൊറുക്കില്ല. അണ്ണൻ അനുഭവിക്കും. വെറുതെ വേഷം കടലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആഞ്ജനേയൻ ടീച്ചറെ ശിക്ഷിക്കുമെന്നാ ആശാൻ പറയുന്നത്. ഞാൻ കാരണം ആ ടീച്ചർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവരുത്. അതുകൊണ്ടാ ഞാനെല്ലാം ഉപേക്ഷിച്ചത്.